ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗാഡ്ജറ്റുകളാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളർടയിലെ പ്ലാങ്കുടിക്കാവ് എന്ന് പറയുന്നൊരു എക്കോ ടൂറിസം സ്പോട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാടധികം ഗാഡ്ജറ്റുകൾ നമ്മളിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടെൻറ്റ് ഉൾപ്പെടെ കുറേയധികം സാധനങ്ങൾ നിങ്ങൾ സോളോ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ചധികം ഗാഡ്ജറ്റുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒട്ടും താമസിക്കാൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇന്ന് നമ്മുടെ ആദ്യത്തെ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടെൻ്റാണ് കേട്ടോ. 1426 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് ഈ ഒരു ടെൻറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് ആമസോണിൻ്റെ പാക്കേജിംഗ് എന്ന് പറയുന്ന ഇതാണ്. നമുക്ക് ആദ്യം ഇത് തന്നെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടെൻറ്റ് വന്നിരിക്കുന്ന പാക്കേജിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിൽ തന്നെയാണ് കേട്ടോ. സോ ഗൈസ്, ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് നമ്മുടെ ഈ ഒരു ടെൻറ്റ് കിട്ടുന്നത്. നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ കണക്കാക്കിയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. വളരെ പോർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇതിനെ ഞാൻ ഇതിലേന്ന് പുറത്തേക്ക് എടുക്കാം. ഇവിടെയായിട്ട് നമ്മളിപ്പോൾ ഇത് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് എത്രത്തോളം പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആവശ്യാനുസരണം ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയായിട്ട് നമുക്ക് നെറ്റിൻ്റെ മെഷും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോസ്കിറ്റോ മെഷ് ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇതിൻ്റെ ടോപ്പിലായിട്ട് വരുന്നൊരു സംഭവമുണ്ട്. ഇവിടെ ആക്ച്വലി ഒരു മോസ്കിറ്റോ നെറ്റ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു എക്സ്ട്രാ കവറിങ് കൂടെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം 4 ഇതിലേക്കായിട്ട് പിടിച്ചിടുക. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ടോപ്പ് ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പാർട്ടിലും നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിലായിട്ട് ഈ ഒരു റോഡ്സ് നമുക്ക് അടിച്ച് വെച്ച് സ്ട്രിങ് വെച്ച് അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നമ്മളൊരു പാറയുടെ പുറത്തായതുകൊണ്ട് നമുക്കിവിടെ അത് യൂസബിൾ അല്ല. സോ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം 2 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമേ ഉള്ളെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇരുന്ന് നോക്കാം. ഒരാൾക്ക് വിശാലമായിട്ടിരിക്കാൻ പറ്റും, 2 ആൾക്ക് ഇരിക്കാം. സോ ആ തരത്തിലുള്ളൊരു സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മോസ്കിറ്റോ നെറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു വായു സഞ്ചാരമൊക്കെ വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ തുറക്കാൻ പറ്റുന്നത് പോലെ തന്നെ അപ്പുറത്തെ സൈഡും തുറക്കാൻ പറ്റും കേട്ടോ. സോ നമുക്ക് ഇങ്ങനെ ഒരു നല്ല രീതിയിലുള്ളൊരു വായു സഞ്ചാരത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും. സോ എന്തായാലും ഇത് ഞാൻ ക്ലോസ് ചെയ്യാം. ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു പോക്കറ്റ് സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ചാർജറോ സാധനങ്ങളോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ഇതൊരു ക്ലംസി ആയിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റോഡൊന്നും അടിച്ച് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. റോഡൊക്കെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും ടെൻറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഷെയ്ഡൊക്കെ കിട്ടുമെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ചൂടെടുക്കും. എസ്പെഷ്യലി ഇതുപോലെ നല്ല സൺലൈറ്റൊക്കെ ഉള്ള സമയത്താണെങ്കിലും ഈവനിങ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ചൂടെടുക്കും. ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ 2 ഗാഡ്ജറ്റുകൾ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം. ഒന്നാമത്തെ എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു മാസീവായിട്ടുള്ള 80,000 mAh പവർ ബാങ്ക് ആണ്. നിങ്ങൾക്ക് ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ആക്ച്വലി ഇതുപോലെ പോകുന്ന സന്ദർഭങ്ങളിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ആമസോണിൽ നിന്ന് അന്ന് വാങ്ങിച്ചിട്ടുള്ളത് 3600 രൂപയ്ക്കാണ് ഈ ഒരു പവർ ബാങ്ക് വാങ്ങിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ 1459 രൂപയുടെ ഈ ഒരു ഫാനും അടിപൊളിയാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഈ ഒരു മാസീവായിട്ടുള്ള പവർ ബാങ്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫാന് അനായാസം ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു ലിഡ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിനെ ഹ്യൂമിഡിഫയറും ഇതിനകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതായത് കുറച്ച് വെള്ളം നിങ്ങൾ ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്തൊക്കെ എന്തായാലും എടുക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം നമുക്ക് ഈ ഒരു ഫാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അത് ഉപയോഗിച്ചുകൊണ്ട് ഹ്യൂമിഡിഫയറിൻ്റെ ഒരു മിസ്റ്റി എഫക്റ്റും നിങ്ങൾക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. സോ നമ്മൾ കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് ലിഡ് ഇതുപോലെ അടച്ചു വയ്ക്കുക. ഇനി നിങ്ങളുടെ പവർ ബാങ്കിൻ്റെ ഈ ഒരു കണക്ഷൻ എടുത്ത് ഈ ഒരു ഫാനിലേക്ക് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ ഫാൻ ഓൺ ആവും. ഈ മുൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് നമുക്ക് കുറേയധികം സ്വിച്ചുകൾ കാണാൻ പറ്റും. ടൈമർ ഓപ്ഷൻ വരെ ഈ ഒരു ഫാനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് രാത്രി ടൈമിൽ ഒരു നൈറ്റ് ലാമ്പ് എഫക്റ്റ് കിട്ടാനും ഇത് വളരെയധികം സഹായിക്കും. നമ്മൾ കുറച്ച് കഴിഞ്ഞെടുക്കുന്ന ഷോട്ടിൽ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇവിടെയായിട്ട് നമുക്ക് ഫാൻ ഓൺ ആക്കാനുള്ള ഓപ്ഷനുണ്ട്. നമ്മുടെ ഫാൻ ഓൺ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. 3 ലെവലുകളാണ് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിസ്റ്റ് എഫക്റ്റാണ്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
നമുക്ക് പല ലെവൽസിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ആക്ച്വലി നന്നായിട്ട് വേർതിരിക്കുകയാണ്. സോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ് ടെൻറ്റിൽ. ഇനി ഇതിൽ വരുന്ന മറ്റൊരു കൂൾ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാനിൻ്റെ ഈ ഒരു പാർട്ടിലായിട്ട് നമുക്കിവിടെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഫ്രാഗ്രൻസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫാൻ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഫ്രാഗ്രൻസും ഇതിനോടൊപ്പം തന്നെ കിട്ടും എന്നുള്ളതാണ്. സോ അക്കാര്യത്തിലൊക്കെ ഒരുപാടധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നൊരു ഫാനും കൂടിയാണിത്. സോ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ക്ലോത്തിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ അടിച്ചു വെച്ചിട്ട് ഇതിലേക്ക് തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ചതിന് ശേഷം ഇതൊരു ലോക്കിംഗ് മെക്കാനിസമാണ്. ജസ്റ്റ് ഇതിനെ അലൈൻ ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തുന്നു. സോ ഗൈസ്, അടുത്ത് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് വേറെ കുറച്ച് ഗാഡ്ജറ്റുകളാണ്. നമ്മൾ ടെൻറ്റിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്, അപ്പോൾ ആവശ്യത്തിന് വെള്ളം എടുക്കാറുണ്ട്. സോ കുറച്ച് പോർട്ടബിൾ ആയിട്ടുള്ള ഗാഡ്ജറ്റ് കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. സോ ഇവിടെ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ടൂൾ കാറ്റഗറി സാധനങ്ങളാണ് കേട്ടോ. അതിനകത്ത് ഒരു വൈൻ ഓപ്പണർ, അതുപോലെ തന്നെ ചെറിയൊരു നൈഫ്, സിസർ കാര്യങ്ങളൊക്കെ കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് 150 രൂപയ്ക്ക് ഈ ഒരു പാക്കേജ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇനി മറ്റുള്ള സാധനങ്ങളൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ബൂട്ടൈൻ്റെ 2 ഇത് എടുത്തിട്ടുണ്ട്. ഇതൊരു 10-600 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അതോടൊപ്പം തന്നെ പിന്നെ ആയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു മിനി സ്റ്റൗ ആണ്. അതായത് ഈ ഒരു ബൂട്ടൈൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 500 രൂപയാണ്. ഇത് നിങ്ങൾക്ക് പോർട്ടബിളായിട്ട് എവിടെ വേണമെങ്കിലും, ഈവൻ ഒരു ബാഗിൽ വേണമെങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ കണക്കിനായിട്ട് ഉള്ളൊരു സാധനമാണ്. ഈ ഒരു സംഭവങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ക്യാമ്പിംഗ് വീഡിയോസിൽ ഇതിന് മുന്നേ ഉള്ളതാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മളൊരു പസിൽ ഗെയിം എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കപ്പിളൊക്കെ ആയിട്ടൊക്കെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെൻറ്റിലിരുന്ന് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നൊരു കാർഡ് ഗെയിമും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനലി എന്ന് പറയുന്നത് ഇതൊരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു ബക്കറ്റാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബക്കറ്റാണ്. അതായത് ഇത് നിങ്ങൾക്ക് വേണ്ടേ ഇങ്ങനെ എടുത്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിസ്ക് പോലെ കൊണ്ട് നടക്കാൻ സാധിക്കും. അതായത് ഇതിനകത്ത് നിങ്ങൾക്ക് വെള്ളമൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ വരാൻ പറ്റും. നദിക്കരയിലൊക്കെയാണ് നിങ്ങൾ ടെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്യുന്നതെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ബക്കറ്റ് വെള്ളം ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ പോർട്ടബിളായിട്ട് കൊണ്ട് നടക്കാനും പറ്റും. സോ ഇനി നമുക്ക് ഈ ഒരു മിനി സ്റ്റൗവിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു ഫാൻ സപ്പോർട്ട് കാണാൻ പറ്റും. ഇത് നമുക്കിങ്ങനെ ആവശ്യാനുസരണം സ്ട്രെച്ച് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. സോ ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിയ പാത്രങ്ങളൊക്കെ ഇതിൽ വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ലെഗ്സ് ഉണ്ട്. ഇത് നമുക്ക് തറയിൽ ഉറപ്പിച്ച് വയ്ക്കുന്നതിനും ഈസിയാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മളുടെ ഈ ഒരു ബൂട്ടൈൻ ഗ്യാസ് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ ഇതിൻ്റെ ഒരു അലൈൻമെൻ്റ് ഉണ്ട്. ഇതിലേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു ഗ്യാസും ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നമുക്ക് ഇഗ്നിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഗ്യാസ് എത്രത്തോളം വേണമെന്നുള്ളത് ചെറിയൊരു തോതിൽ വെച്ചിട്ട് നമുക്കിവിടെ ആയിട്ട് ഇഗ്നൈറ്റർ ഉണ്ട്. ഇപ്പോൾ കത്തി കഴിഞ്ഞു. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണാൻ സാധിക്കുമെന്നറിയില്ല, പക്ഷേ സംഭവം കത്തി നിൽക്കുകയാണ്. സോ ഇവിടെ ആയിട്ട് നമുക്കിപ്പോൾ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും. ആവശ്യത്തിന് ഹീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടേക്ക് ഒരു എക്സ്ട്രാ നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾ പർപ്പസ് ഒരു കടായി പാനാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. സോ ഇത് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മറ്റേ കോട്ടിങ്ങോ ടെഫ്ലോൺ കോട്ടിങ്ങോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വരുന്നില്ല. സോ ഈ ഒരു സാധനം നമുക്ക് ഈ ഒരു തീ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തീ, അതായത് വിറക് വെച്ചിട്ടുള്ള തീ ആണെങ്കിൽ പോലും നമുക്ക് കോട്ടിംഗ് ഒന്നും ഇളകി പോകുന്ന വിഷയം വരില്ല എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ളൊരു പാനും നമ്മൾ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെൻറ്റിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളൊരു ഗാഡ്ജറ്റ് ഉള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല ചാർജ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാനും സാധിക്കും. സോ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിനി ആയിട്ടും പോർട്ടബിളായിട്ടും കൊണ്ട് നടക്കാൻ സംഭവമാണ്. ഇത് നമ്മൾ ജസ്റ്റ് വേണ്ടേ ഇതുപോലെ ഇതിൻ്റെ ലിഡൊന്ന് തുറന്നു കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അങ്ങനെ നമ്മുടെ ടെൻറ്റ് രാത്രിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ രാത്രിയിലേക്ക് കടന്നപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മളിവിടെ റീചാർജബിൾ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെൻറ്റിന് വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് നമ്മളൊരു ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഇൻസെക്ട്സിൻ്റെ ശല്യമുണ്ട് കേട്ടോ. സോ എന്തായാലും ഇവിടെ ക്യാമ്പിംഗ് ലാമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏകദേശം 350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഈ ഒരു ക്യാമ്പിംഗ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 3 മോഡ് ലൈറ്റിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് ടെൻറ്റിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് കുക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ടെൻറ്റിൻ്റെ ഇതിലാണ് കേട്ടോ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ടെൻറ്റിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് പോലെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ പറ്റും. സോ ഈ ഒരു സംഭവമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഇതിനൊരു സ്വിച്ച് ഉണ്ട്. ടൈപ്പ് സി ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറോളം ബാക്കപ്പ് കിട്ടും. ടെൻറ്റിൽ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തിടാനും സാധിക്കും. സോ അതാണ് നമ്മളുടെ ഈ ഒരു ടെൻറ്റിൻ്റെ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ടൊരു ലൈറ്റിംഗ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഗെയിമോ കാര്യങ്ങളോ കളിക്കുകയാണെങ്കിൽ കാർഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടേബിൾ ലാമ്പ്, അത് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ലാമ്പുണ്ട്. ആ ഒരു ലാമ്പ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് വേണമെങ്കിൽ അതൊരു ടോർച്ചൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പുറത്തേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു പ്രകാശം ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഹെഡ് നമുക്ക് ഇതുപോലെ പൊക്കാൻ പറ്റും. പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേബിൾ ലാമ്പ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഹെഡ് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് ചരിച്ച് വയ്ക്കാൻ പറ്റും. സോ ഈ ഒരു സംഭവം വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇതിലൊരു പവർ ബാങ്ക് ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫോൺ വേണമെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ചാർജ് ചെയ്യാൻ സാധിക്കും ഉപയോഗിച്ചുകൊണ്ട്. സോ ഈസി ആൻഡ് പോർട്ടബിൾ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ക്യാമ്പിംഗ് ഗാഡ്ജറ്റ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗാഡ്ജറ്റുകളുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.